Good morning, my dear students. Last section we have discussed about metallic bonding and metals. Today we are going to discuss about hydrogen bond. As we know that hydrogen bond is a secondary bond and it is a molecular bond. It is also a molecular bond. എന്തായിരുന്നു മോളിക്കുലാർ ബോണ്ട്? നമ്മൾ വാണ്ടർവാൾസ് ഇൻ്ററാക്ഷനകത്ത് കണ്ടതാണ്. മോളിക്യൂൾസുകൾ തമ്മിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്സ് ആർ നോൺ ആസ് മോളിക്കുലാർ ബോണ്ട്. നമ്മൾ അറ്റോമിക് ബോണ്ട്സ് ആയിരുന്നു മെറ്റാലിക് ബോണ്ടിൻ്റെ അയണിക് ബോണ്ടിൻ്റെ കേസിലൊക്കെ കണ്ടത്. മോളിക്യൂൾസുകൾ തമ്മിലൊരു ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്കുലാർ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ഈസ് type of molecular bond. Another molecular bond ആണ് വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ ഓർ വാൻ ഡെർ വാൾസ് ബോണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇതിനകത്ത് ബോണ്ടിങ് പോസിബിൾ ആകുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കേസിൽ വാണ്ടർവാൾസ് അതിന് മുമ്പായിട്ട് നമുക്കറിയാം വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ്റെ കേസിലും ഇതുപോലെയുള്ള മോളിക്കുലർ ബോണ്ടിങ് ആണ് പോസിബിൾ ആകുന്നത്. പക്ഷേ അതിനകത്ത് എല്ലാ ആറ്റങ്ങൾ തമ്മിലും എന്താണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ഷെയർ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ദ വൺ ഓഫ് ദ എലമെൻറ്റ് ഷുഡ് ബി ഹൈഡ്രജൻ. ഷെയറിങ് പോസിബിൾ ആയിട്ടുള്ള മോളിക്യൂളാണെങ്കിലും അവിടെ ഹൈഡ്രജൻ ആയിരിക്കും ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ബാക്കി എനി അതർ എലമെൻ്റ് അല്ല, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ 15th 16th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ് നമ്മൾ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റായിട്ട് എടുക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സ്റ്റേറ്റിലുള്ളത്, ഇനി 1 കൂടെ ഉള്ളു. അപ്പോൾ എന്തായിരിക്കും, ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവുമായിട്ടായിരിക്കും ഇതിനകത്ത് ഇൻ്ററാക്ഷൻസ് പോസിബിൾ ആകുന്നത്. അപ്പോൾ ഈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത്. ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ, നൈട്രജൻ. ക്ലോറിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് നൈട്രജനാണ്. ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോ ഞാൻ അയച്ചു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് നൈട്രജന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുള്ളത്. അപ്പം നമുക്ക് സാധാരണ കേസിൽ നമ്മൾ 3 എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത് ഓക്സിജനും ഫ്ലൂറിനും നൈട്രജനുമാണ്. കാരണം അവയാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലൊരു ബോണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് അതൊരു ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അതെന്തായിരിക്കും, ജസ്റ്റ് ഷെയറിങ് ഓഫ് ആറ്റമാണ്. പക്ഷെ അതെന്തായാലും കംപ്ലീറ്റ് ഫിൽഡ് ആകുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പാർഷ്യൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ കോവാലൻറ്റ് ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറുവാണ്. സോ ഇറ്റ് ഈസ് എ പോളറൈസ്ഡ് ഡൈപോൾ ബോണ്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു പെർമനൻറ്റ് ഡൈപോൾ അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ ഇതിനകത്ത് നമുക്ക് പറഞ്ഞു നോക്കാം. വെൻ എ കോവാലൻറ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എ ഹൈഡ്രജൻ ആൻഡ് എ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം such as atoms of oxygen, fluorine, nitrogen, chlorine, etc. The shared electron pair gets attracted more towards the electronegative atom than the hydrogen atom. Thus, the electronegative atom acquires a slight negative charge and the hydrogen atom acquires an equal amount of positive charge. അപ്പോൾ ഈ ഹൈഡ്രജനുമായിട്ട് ഫ്ലൂറിൻ ഒരു ഷെയറിങ് നടക്കുമ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ 1 ഇലക്ട്രോൺ കിട്ടുന്നു. അപ്പോൾ അതൊരു എന്തായിരിക്കുന്നു, സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് മാറുവാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അക്വയർസ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ നെഗറ്റീവ്. ആൻഡ് ഓൾസോ ഹൈഡ്രജൻ എ പോസിറ്റീവ് ചാർജ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്
ഡെൽറ്റ പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ നെഗറ്റീവും ഡെൽറ്റ പോസിറ്റീവും, ഒരു സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവും കിട്ടുവാണ്. അപ്പോൾ അവിടെ തമ്മിലൊരു കോവലൻ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു സ്ലൈറ്റ് നെഗറ്റീവായിട്ടുള്ള ആറ്റം എവിടെയെങ്കിലും ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത വേറൊരു മോളിക്കൂൾ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്ലൂറിന് അവിടുത്തെ ഹൈഡ്രജനുമായിട്ട് വീണ്ടും എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ്. ആൻഡ് ദ മോളിക്യൂൾ സോ ഫോംഡ് ഈസ് സെഡ് ടു ബി പോളറൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒന്ന് ഹൈഡ്രജനും പിന്നെ വേറെ ഇതിൽ 3 എണ്ണവും ഏതെങ്കിലും ഒന്നുമായിട്ട് എന്താണ് ഇത് തമ്മിലൊരു കോവലൻ്റ് ഫോം ചെയ്തപ്പോൾ one becomes slightly electronegative charge and the another an equal amount of positive charge. അങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നതിനെ നമ്മൾ പറയും പോളറൈസ്ഡ് ആൻഡ് ബിഹേവ് ലൈക്ക് പെർമനൻറ്റ് ഡൈപോൾ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡൈപോൾ ബോണ്ട് എന്ന് പറയും. എ നമ്പർ ഓഫ് സച്ച് ഡൈപോൾസ് ഗെറ്റ് അട്രാക്റ്റഡ് ടു വൺ അനദർ ഡ്യൂ ടു ദ കൊളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല ഡൈപോളുകൾ നമ്മളിങ്ങനെ attract ചെയ്യും. This type of interaction between the oppositely charged ends of permanently polarized molecule each containing a hydrogen atom is called hydrogen bond. ഇപ്പോൾ ക്ലിയർ ആയില്ല എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോളിക്കുലർ ബോണ്ട് കാണാൻ പറ്റും, ഡൈപോൾ ബോണ്ടുകൾ കാണാൻ പറ്റും. അവിടെ ഈ ഒരു ബോണ്ട് ഡൈപോൾ ബോണ്ടും വേറെ ഡൈപോൾ ബോണ്ടും കൂടെ തമ്മിൽ ഹൈഡ്രജനുമായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ട് ഫോർമേഷൻ, ദ ബോണ്ട് ഈസ് കോൾഡ് ദ ഡൈപോൾ ബോണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്ത് മാത്രമായി മാറും, ഒരു ഡൈപോൾ ബോണ്ടായിട്ടും ബിഹേവ് ചെയ്യും. A special significance is attached to hydrogen atom because it can be regarded simply as a proton fixed to one end of the covalent bond, the positive charge of which is not shielded by the surrounding electron. Okay, അപ്പോൾ അത് വേറെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇതൊന്നും ഷീൽഡ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ഫിക്സഡ് ഒരു പ്രോട്ടോണ് വേറൊരു ആറ്റവുമായിട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ ഒരു പ്രോട്ടോണിനെ അത് ഇതായിട്ട് ഷെയർ ചെയ്യുന്നു. ദിസ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ അതർ ആറ്റം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കോവലന്റ് ബോണ്ട്. ദെയർ പോസിറ്റീവ് ചാർജസ് ആർ ഷീൽഡഡ് ബൈ ദ ഔട്ടർ ഇലക്ട്രോൺ വിച്ച് weaken the attraction of the positive molecular charges with the negative end of other polarized molecule. Therefore, the positively charged hydrogen atom can interact more strongly with the negative end of other molecule as compared to any other positively charged atom. Thus, hydrogen bond are stronger than dipole bond. അപ്പോൾ ഈ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈലി പോസിറ്റീവാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡൈപോൾ ബോണ്ട് ഇതുപോലെ ഫോം ചെയ്യുക എന്ന് വിചാരിക്കുക, ഹൈഡ്രജനും ക്ലോറിനും ഇങ്ങനത്തെ ഫോം ചെയ്യുകയാണ്. ഇത് ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മോളിക്കൂളാണെന്ന് വിചാരിക്കുക, ഹീലിയവും വേറെ എന്തെങ്കിലുമാണ്. അപ്പം അങ്ങനെയുള്ള ഹൈലി പോസിറ്റീവായിട്ടുള്ള ചാർജുള്ള മോളിക്കൂളുകൾ വേറൊരു ഇതുമായിട്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഡൈപോൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ, അത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ അവിടെയുള്ളൊരു മോളിക്കുലർ ബോണ്ടുമായിട്ട് ഷീൽഡ് ചെയ്ത് അതൊരു ഇൻട്രാക്ഷൻസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ അത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ബോണ്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹൈഡ്രജനും ഫ്ലൂറിനും, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഫ്ലൂറിനും അല്ലെങ്കിൽ ഹൈഡ്രജൻ നൈട്രജനും തമ്മിലൊരു ഇത് ഉണ്ടാകുന്നു. അപ്പോൾ ഹൈഡ്രജൻ നൈട്രജനും ബോണ്ട് ഉണ്ടാകുമ്പം ഈ നൈട്രജൻ വേറെ, അതാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തം എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നടക്കുന്നത്. ഓക്കെ, thus the hydrogen bond are stronger than dipole bond. Materials exhibiting hydrogen bonding possess high melting and boiling point compared with the
മോളിക്കുലാർ സോളിഡ്. അപ്പോൾ ഇത് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദ ഹൈഡ്രജൻ ബോണ്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഐസ് ആൻഡ് വാട്ടർ. അപ്പോൾ വെള്ളം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഐസ് ഫോർമേഷൻ, വാട്ടറിൻ്റെ ഫോർമേഷന് ഈ ഹൈഡ്രജൻ ബോണ്ട് അതൊരു മോളാർ മോളിക്യൂളായിട്ട് ബിഹേവ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ആൻഡ് ഐസ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് എമംഗ് വാട്ടർ മോളിക്യൂൾ ഈസ് ഇലസ്ട്രേറ്റഡ് ബിലോ. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ഫിഗറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ കേസിൽ ഇത് ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഈ ഹൈഡ്രജൻ എന്തായി മാറും? പാർഷ്യലി പോസിറ്റീവ് ചാർജായിട്ടും ഈ ഹൈഡ്രജൻ എന്തായിട്ട് മാറും? വീണ്ടും ഒരു പാർഷ്യൽ ഇലക്ട്രോ പോസിറ്റീവായിട്ട് മാറുന്നു. അപ്പോൾ എന്തായും ഓക്സിജൻ എന്തായി മാറും? ഇലക്ട്രോ നെഗറ്റീവായിട്ട് മാറുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു ഓക്സിജനും 2 ഹൈഡ്രജനും കൂടെ ഫോം ചെയ്ത്, ഇപ്പോൾ ഇത് 2 മോളിക്യൂളുകളാണ്, വാട്ടർ മോളിക്യൂൾ, ഇതും വാട്ടർ മോളിക്യൂളാണ്. അപ്പോൾ എന്തായിരിക്കും? വാട്ടർ മോളിക്യൂളുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഹൈലി സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവുമായിട്ടുള്ള ചാർജായിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 2 പാർഷ്യൽ പോസിറ്റീവ് ഇവിടെ നിൽക്കുവാണ്, ഇവിടെ എന്താണ് ഒരു പാർഷ്യൽ നെഗറ്റീവ് ഇരിക്കുവാണ്. അപ്പോൾ പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവും ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഇത് തമ്മിൽ, അതായത് ഇങ്ങനെ ഈ ഒരു ഡോട്ടഡ് ലൈൻ പോലെ വരയ്ക്കുന്നത്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? പിന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്തത് അങ്ങനെ ഒരു മോളിക്കുലാർ ബോണ്ട് നമുക്ക് അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസുകളെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അവിടെ എന്തുണ്ടായിരിക്കണം? വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ കേസിൽ ഇത് തന്നെയാണ്. ബട്ട് അവിടെ എന്തുണ്ടാകുന്നില്ല? അവിടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നില്ല. അവിടെ എന്തായിരിക്കും? അവിടെ പല വേറെ മോളിക്യൂളുമായിട്ട് വെറുതെ ഷെയറിങ് ആണ്. അവിടെ ഒരു പോളറൈസേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ഒരു പോളറൈസേഷൻ കാണിക്കുന്നുണ്ട്. ഡെൽറ്റ നെഗറ്റീവും ഡെൽറ്റ പോസിറ്റീവും തമ്മിലുള്ള ഒരു ഡൈപോൾ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻസ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഡെൽറ്റ നെഗറ്റീവും ഡെൽറ്റ പോസിറ്റീവും ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു പാർഷ്യൽ ഇലക്ട്രോൺ നെഗറ്റീവും പാർഷ്യൽ ഇലക്ട്രോൺ പോസിറ്റീവും തമ്മിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതൊക്കെയാണ് മെയിനായിട്ട്? ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനുമാണ്. ക്ലോറിനുമായിട്ട് ചിലപ്പോഴൊക്കെ ഇൻട്രാക്ഷൻസ് പോസിബിളാണ്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതായിരിക്കും? നൈട്രജനാണ്. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു മോളിക്യൂള്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നു. ഇവിടെയും ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നു. ഹൈഡ്രജൻ ബോണ്ട് എമംഗ് വാട്ടർ മോളിക്യൂൾസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എവിടെയാണ് ബോണ്ടിങ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈഡ്രജനും ഓക്സിജനും കൂടെ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവും ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് ഹൈഡ്രജനും ഓക്സിജനും ഒരു സ്ലൈറ്റ് നെഗറ്റീവും കിട്ടുന്നു. ഇതുപോലെ തന്നെ ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവും സ്ലൈറ്റ് നെഗറ്റീവും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ദ ബൈൻഡിങ് എനർജി ഓഫ് വാട്ടർ ഓർ ഐസ് is about 0.5 electron volt. Binding energy comparatively low ആണ്. Since the hydrogen bond is formed between oppositely charged ends of 2 permanent dipole. Okay, ഇത് എങ്ങനെയായിരിക്കും? ഫോംഡ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ് എൻഡ്സ് ഓഫ് ദ 2 permanent dipole. So it is directional in character. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്ഷണലാണ് ഇതിൻ്റെ ക്യാരക്ടർ, നോൺ ഡയറക്ഷണൽ അല്ല, ഡയറക്ഷണലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ സർട്ടൻ ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നത് ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റലിലാണ്. ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു സ്പോണ്ടേനിയസ് പോളറൈസേഷൻ കാണിക്കുന്നു. സോ നമുക്കറിയാം ഇവിടെ ഒരു സ്പോണ്ടേനിയസ് പോളറൈസേഷൻ കാണിക്കുന്നുണ്ട്. ഡെൽറ്റ നെഗറ്റീവ് ഡെൽറ്റ പോസിറ്റീവായിട്ട് അത് മാറുന്നു. അത് ഓൾറെഡി അവിടെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നതല്ല അല്ലല്ലേ. ആദ്യം നമ്മൾ ഒരു ചാർജ് ഉണ്ടാകുന്നു, അവിടെ ഒരു മോളിക്കുലർ ബോണ്ട് ഉണ്ടാകുന്നു, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈപോള് അവിടെ ഫോം ചെയ്യുകയാണ്.
ഓക്കെ. പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ ഫോം ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു സ്പോണ്ടേനിയസ് പോളറൈസേഷൻ കാണിക്കുന്നു. സോ ഇത് സർട്ടൺ മെറ്റീരിയൽസിൽ ക്രിസ്റ്റൽസിൽ മോസ്റ്റ് ഓഫ് ദ ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിന് ഈ ഒരു ബോണ്ടിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കൂടുതലും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലുണ്ടാകുന്ന ഇൻ്ററാക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇൻ്ററാക്ഷൻ, അതൊരു വെറുതെ ജസ്റ്റ് ഒരു കോവാലൻ ബോണ്ടല്ല, അവിടെ നമുക്കൊരു ഡൈപോൾ ഇൻട്രാക്ഷന് ആണ് നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.